എല്ലാവരും എന്നെ കാണിക്കില്ലേ? കാണാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും കാണിക്കുന്നുണ്ട്. എന്നെ നോക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കുറവുള്ള പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? എന്ത് വന്നാലും സത്യം മാത്രമേ പറയുള്ളൂ. എന്റെ രണ്ട് കൈയുണ്ടോ? ഉണ്ടോ? കൈ എന്റെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോയ സാധനമാണോ? അല്ലേ? അല്ലേ? നിങ്ങൾ പോയിട്ട് കഴിയുന്ന പോലെ തോന്നണ്ട ഇല്ലല്ലോ. ഇത് പറയുമ്പോ എനിക്കൊരു മുമ്പുണ്ടായ അനുഭവം പറയാൻ തോന്നുന്നു. പറയട്ടെ? ഇതേമാതിരി ഞാൻ ഒരു സ്റ്റേജിൽ പോയിട്ടാണ്. അവിടെ പോയിട്ട് ഞാൻ സ്റ്റേജ് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അനൗൺസ്മെന്റ് ചെയ്യുന്ന ആൾക്കാരും പോലെ ആദ്യം പറ്റി തരും. നല്ല ഉഷാറായിട്ട് തരും അനൗൺസ്മെന്റ് ചെയ്യാം. നമ്മുടെ പ്രിയങ്കരനായ പെരിയാറിന്റെ പോരാളിയായ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാ. ഞാനിങ്ങനെ രോമാഞ്ചം ഇങ്ങനെ പൊന്തി പോവാട്ടാ. അങ്ങനെ പൊന്തി പോകുമ്പല്ലേ അവര് പറയാ, അവസാനം പറയാട്ടാ, നമുക്ക് വലിമന്ന എന്ന് പറയുന്ന നാടിനെ ലോകത്തോളം ഉയർത്തിയ രണ്ട് കൈയും രണ്ട് കാലുമില്ലാത്ത ആവശ്യമില്ല. എന്ത്? രണ്ട് കൈയും രണ്ട് കാലുമില്ലാത്ത ആവശ്യമില്ല. അതിലൊക്കെ പോയി ഞാനൊക്കെ പോർച്ച് എന്റെ കാലും പോയ ഭക്ഷണേ. അതേപോലെ വേറെ ചോദിച്ചപ്പോഴുള്ള അവസ്ഥ. പക്ഷെ ഇവിടെ നിങ്ങൾ കാണിച്ചത് നല്ലൊരു മനസ്സാണ് അല്ലേ? നിങ്ങളെ എല്ലാവരുടെയും മനസ്സിലിപ്പോ ഞാൻ ആ ചോദ്യം ചോദിച്ച സമയത്ത് എല്ലാവരും ഒന്നും പറഞ്ഞില്ലേ? എല്ലാവരും മനസ്സിലൊരു സങ്കടം വന്നു അല്ലേ? ഞാനിപ്പോ ഒരു കയ്യില്ലാന്ന് അത് പറഞ്ഞാല് നമുക്ക് വിഷമാകുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ആരും അങ്ങനെ പറയാത്തത് അല്ലേ? ആണല്ലേ സത്യം? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയോ? ആ ചോദ്യം ചോദിക്കുന്ന എനിക്ക് അത് ചോദിക്കാൻ യാതൊരു ഉളുപ്പും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കൈയില്ലാത്തവങ്കല്ലേ അപ്പൊ ഞങ്ങൾ ഒപ്പിലിക്കുന്നത് അല്ലേ? അപ്പൊ കൈയില്ലാത്ത സന്തോഷിക്കല്ലേ പറഞ്ഞ ഞാൻ. ഇത് കൈയില്ലാത്ത സന്തോഷമാണ്. കാരണം എന്താ അറിയോ? എനിക്ക് കട്ടോളം എനിക്ക് ജ്യൂസ് ഒപ്പിച്ചേക്കാൻ ആളുണ്ട്, എനിക്ക് ഒത്തു വായിത്തരാൻ ആളുണ്ട്. ഞാൻ അങ്ങനെ തൊഴിലും നിർത്താൻ മതി. നിങ്ങളതന്നെ കഷ്ടപ്പെട്ട് കൈയൊക്കെ കഴുകി വന്നു നിന്നണ്ടേ ഇത് നേരെ കെറുമ്പോഴേക്കിരുന്നാ മതി. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അറിയോ? എന്ത് പ്രയാസം വരികയാണെങ്കിലും എന്ത് കാര്യം വരികയാണെങ്കിലും അതിനൊക്കെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യാം? പോസിറ്റീവ് മാത്രം കാണാം. പോസിറ്റീവ് മാത്രം കണ്ടാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിരിക്കാൻ പറ്റും. ഇപ്പം SSLC പഠിക്കുന്നവരാണ് എനിക്ക് കഴിക്കാറ്. നിങ്ങളിപ്പോ സമാധാനം എന്താ? ഇല്ല. നമ്മള് 10ാം ക്ലാസ് എക്സാം മുതൽ നമ്മളോട് എല്ലാവരും ചോദിക്കാറും എന്ത് എത്ര ദിവസം ഉണ്ടാവും ചങ്ങായിക്ക് അല്ലേ? ഞാൻ കഴിഞ്ഞ SSLC പാസ്സായ കുട്ടിയാ. അപ്പൊ കഴിഞ്ഞ എനിക്കും സമാധാനം ചെയ്യും. ഇങ്ങനെ ചെവിയിൽ വന്നു എത്ര ദിവസം ഉണ്ടാവും, ദിവസം ഉണ്ടാവൂലേ അല്ലേ? അപ്പം ഏത് പവിത്ര കുട്ടിയും പറയും, ഏത് പവിക്കാത്ത കുട്ടിയും പറയുന്നത് ഇന്ന് മുദ്രാബസ് വേണം അല്ലേ? എല്ലാവരും ആഗ്രഹമല്ലോ. പക്ഷെ ചിലവർക്ക് നടക്കൂല ഇല്ലല്ലോ. ചിലവർക്ക് നടക്കുള്ളൂ. അപ്പോ ഞാൻ SSLC പഠിച്ചു. SSLC പഠിച്ചു പഠിക്കുമ്പോ തന്നെ കുറെ ചോദ്യങ്ങളൊക്കെ വന്നു. ഞാനൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാ. അങ്ങനെ എക്സാം വന്നു, പാസ്സായി. റിസൾട്ട് വന്നു. റിസൾട്ട് വരുമ്പോ എന്താ നമ്മളെ കാത്തിന് ആകാംക്ഷയൊക്കെ മറ്റേതായിരിക്കും അല്ലേ? അപ്പൊ ഇന്ന് റിസൾട്ട് വന്ന സമയത്ത് ആദ്യം വിളിക്കുന്ന ആരറിയോ? ആരൊക്കെ വിളിക്കുന്നുണ്ടാവാ? ഏറ്റവും നല്ല പഠിക്കലെന്റെ ചങ്ങായി വെച്ച് ചോദിക്കാം അക്കത്ര A+ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് അക്കത്തന്നെ. അപ്പൊ പറഞ്ഞു എനിക്ക് A+. അപ്പൊ ഞാൻ പറഞ്ഞു അക്ക് A+ ആണ് ചോദിച്ചു. അവൻ ചോദിച്ചു എനിക്ക് അത്രയും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അക്ക് A+ അല്ലേ? അതിന്റെ പകുതി ഇപ്പോണ്ട്, അതിന്റെ പകുതി ഇപ്പോ. അപ്പം ഓൻ ചോദിച്ചാൽ ഉണ്ടാക്കി 5+ ആയി പോയി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത്
ടീച്ചർമാരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പകുതിയല്ലേ ഉള്ളൂ അതുകൊണ്ട് പകുതി കൊടുത്താൽ മതി. അല്ലേ ശരിയല്ലേ? അങ്ങനെ പകുതി കൊടുത്താൽ മതി ടീച്ചർമാരൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്. അപ്പൊ ഞാൻ പോസിറ്റീവ് ചിന്തിച്ചാൽ ഇവർക്ക് ആരും പറയാൻ പറ്റിയത്. അതാണ് പോസിറ്റീവ് ചിന്തിച്ചാൽ നമുക്ക് കുറേ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് തോന്നണ്ട. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനില്ല. ഓക്കെ, ഞങ്ങൾ കുറെ പറയാൻ ആദ്യം കഴിക്കുന്നില്ല വീഡിയോ സങ്കടമാണ്. ഇഷ്ടം ഈ ഞാൻ ആദ്യം നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ എനിക്ക് കഴിയില്ലാത്തതിന്റെ ഭയങ്കര സങ്കടമായിരുന്നു. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കണേ, എന്തെന്താ കഴിയില്ലാത്ത ഇങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ കാരണം ഞാൻ ഒന്ന് നെഗറ്റീവാ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ വിളിച്ചു നെഗറ്റീവാ ചിന്തിക്കുന്നത് പോസിറ്റീവ് ചിന്തിക്കാതെ വിളിച്ചു. അങ്ങനെ പോസിറ്റീവ് ചിന്തിക്കുമ്പോ ഞാൻ ഹാപ്പിയായി. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ ഒരു ദിവസം ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ കുറെ ആൾക്കാർ അവരുടെ ജോലിത്തേക്കായിട്ട് അങ്ങനെ പോവാ. പക്ഷെ ആരും നോക്കുന്നില്ല. പക്ഷെ എന്നെ മാത്രം എല്ലാവരും നോക്കുന്നു. നമ്മൾക്ക് മനസ്സിലായി എന്ത് ഞാനൊരു സംഭവമാണ്. ഞാനൊരു സംഭവമാണ്. കാരണം എന്താ ആർക്കും ആരും നോക്കാൻ കഴിയില്ല. പക്ഷെ എന്നെ മാത്രമല്ല എല്ലാവരും നോക്കുന്നില്ലേ. എന്നെ നോക്കാൻ ഒരു സമയം കണ്ടെത്തുന്നില്ല. അതാണ് ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എനിക്ക് ഹാപ്പി ആകാൻ പറ്റിയത്. അപ്പൊ എന്ത് വരുമ്പോഴാ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ചെറിയൊരു സന്ദേശം മാത്രം നമുക്ക് തരാം. ഓക്കെ, എന്നാ എല്ലാവരും ഒന്ന് നെഞ്ചിൽ കൈവച്ചാ ഹാപ്പില്ലേ? കൈവച്ചാ അപ്പൊ ഞാൻ പറയുമ്പോൾ പറയണം. എവിടെയാണോ എവിടെയാണോ നല്ല ചിന്ത, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല കുട്ടികൾ, നല്ല മാതാപിതാക്കൾ, നല്ല മാതാപിതാക്കൾ, നല്ല അധ്യാപകർ, നല്ല പൗരൻ. എത്ര നല്ല വാക്കാണല്ലേ? അങ്ങനെ ചിന്ത ഉണ്ടാകുകയാണ് നമ്മുടെ വാക്ക് പറയുന്നത്. അങ്ങനെ വാക്ക് പറയുകയാണ് നമുക്കത് പ്രവൃത്തി ചെയ്യേണ്ടത്. നമ്മളത് പ്രവൃത്തി ചെയ്യുകയാണ് നമുക്ക് നല്ലൊരു മനുഷ്യരായി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനാണ്. ഇനി ഞാൻ നേരെ നേരത്തെ ചെയ്താൽ നിർത്താം. യു ആർ ദ ബെസ്റ്റ്. നീ നല്ലവനാണ്, നീ നല്ലവനാണ്. ചിലപ്പോൾ കൊത്തില്ല വേണ്ട ലെവല്ലേ. അത് മതിയോ? മതിയോ? പോരല്ലേ? എന്താ മനസ്സിലിപ്പോ നിൽക്കുന്നതുകൊണ്ട് എന്റെ പണിന് പോരാനും വേണ്ടേ? മതിയോ? ഞാൻ എല്ലാവരും കൈയ്യൊന്നിച്ചാം. കൈയ്യെന്താണെന്നറിയില്ലേ? ഓക്കെ, എല്ലാവരും വിളിച്ചാ. We are the best. We are the best. We are the best. നമ്മളെല്ലാവരും നല്ലവരാണ്. നമ്മളെല്ലാവരും നീ കേട്ടില്ല. ഇനി ഞാൻ പറയുമ്പോഴും ചിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചാ ഇങ്ങനെ നിങ്ങളിപ്പോ വീട്ടിൽ പോയിട്ട് നിങ്ങൾ മഴ വിളിച്ച് അങ്ങനെ ഉണ്ടാവും ഇല്ല. ഇപ്പൊ നേരത്തെ എന്നെ പറ്റി പന്നസാറ് പറഞ്ഞു അല്ലേ? പന്നസാറ് നല്ല സൂപ്പറായിട്ട് സംസാരിക്കണം അല്ലേ? അല്ലേ? പന്നസാറിനെ പോലെ സൂപ്പറായിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അത് വിചാരിച്ച് പന്നസാറ് അശ്വരി പൊക്കത്തെ കാര്യങ്ങളാണ്.
ഇല്ല. ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അല്ലേ? അല്ലേ? ഞാൻ വിചാരിച്ചാൽ അങ്ങനെ പോലാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ വിചാരിച്ചാൽ എന്നെ പോലാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നെ പോലെ സുന്ദരനാകാൻ പറ്റുമോ? ഇല്ല. ഞാൻ ചെയ്യില്ലല്ലോ. ഇല്ല. നമുക്കാവാൻ പറ്റുക നമ്മളാണ്. നല്ലൊരു മനുഷ്യനാവാൻ പറ്റും അല്ലേ? നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും കാണരുത്. നമുക്ക് എന്താ പറ്റും? സന്തോഷമുള്ളതായിട്ട് കാണാൻ പറ്റും അല്ലേ? നമുക്കൊന്ന് പാട്ടറിയോ? പാട്ടാണറിയില്ല? അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുഴൽ ഇന്നു നീലക്കൊലുത്തില് നീർപ്പരപ്പിൽ നീയലിടും അമ്പിളിക്കലക്കുള്ളില് അവ കുഞ്ഞനോ അവ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി തലവലിഞ്ഞു കയറി ഒരു തെളിയെങ്ങോ പതുങ്ങിയല്ലോ തലകൊടുക്കുലോരം കിഴക്കും വെറ്റില ചെല്ലത്തിനും ഭൂമിയപ്പാടെ മുഖം അത്രയും വെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞിലമ്പാവേ കഥ കേൾക്കുന്നില്ലേ നീ പോട്ട് സാവിൻ ചൂടിൽ ഉറങ്ങേ ഉറങ്ങേ കുഞ്ഞേ തളരാതെ ഓമൽ ചിരിയോടെ കുഞ്ഞി കരയാടി വളര് വളര് ഉറങ്ങ് ഉറങ്ങ് ഇഷ്ടായോ? എല്ലാവരും ഹാപ്പിയാണോ? സന്തോഷായോ? ഞാൻ എല്ലാവരും നല്ലൊരു കയ്യിൽ കഴിച്ചാൽ ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇത്രയും നേരം വെയിൽ സഹിച്ച് നിങ്ങളും നിങ്ങൾ എനിക്ക് വേണ്ടി അടിച്ച ആ കയ്യടിയാണ് ഇന്നത്തെയും നാളത്തെയും എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഇപ്പൊ ഞാൻ പാട്ട് പറയില്ലേ? ആ പാട്ട് പറയുന്നത് ഇന്നത്തെ കുറെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ട് അല്ലേ? അമ്പിളി ടീച്ചർ എന്ന് പറയും. എന്റെ സ്കൂളിലും അതേപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയിട്ട് ഒരു ടീച്ചറുണ്ട്, ഷീന ടീച്ചർ. ആ ഷീന ടീച്ചറാണ് എനിക്ക് ഈ ഒരു പാട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടേതായ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളിലേക്ക് പറക്കാനും എന്ത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും അതിനെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്താ പുഞ്ചിരിയോട് നേരിട്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.